ഇന്ന് ഞങ്ങൾ കെ മാപ്പിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കുകയാണ്. ഓക്കെ, കെ മാപ്പ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. കെ മാപ്പ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാനുള്ള ഒരു വഴിയാണ്. SOP വഴി ഡിറ്റക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ POSS പ്രൊഡക്റ്റ് ഓഫ് സം വഴി നമുക്ക് സർക്യൂട്ട് എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ സർക്യൂട്ട് എക്സ്പ്രഷൻ ഉണ്ടാക്കേണ്ട ഒരു മെത്തേഡാണ് കെ മാപ്പിംഗ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരയ്ക്കുക. ഫംഗ്ഷൻ ABC y is equal to function ABC 0, 2, 5, 6, 7. ഇപ്പം എന്താ മനസ്സിലായി ഇതിൽ നിന്ന്? അതായത് ഈ ABC എന്ന് കാണുമ്പോൾ മനസ്സിലായി ഇതിൽ 3 വേരിയബിളാണുള്ളത്. ചിലപ്പോൾ ABC എന്ന് ഇല്ലാന്ന് വിചാരിക്കുക, F മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ നമ്പർ നോക്കുക, 7 ആണല്ലേ. അപ്പോൾ 7 എന്നുള്ളതിൻ്റെ ബൈനറിയിൽ എത്ര ബിറ്റ് വേണം? 7 എന്നുള്ള ബൈനറി എന്താണ്? 111 ആണ്. എത്ര ബിറ്റ് ഉണ്ട്? 3 ബിറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു 3 ബിറ്റ് വേരിയബിൾ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ നോക്കിയിട്ട് മനസ്സിലാക്കാൻ 3 ബിറ്റ് വേരിയബിൾ ആണ്. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ ABC എന്ന് കാണും. അപ്പോൾ ഈ 3 ബിറ്റ് നമ്പർ ആകുമ്പോൾ നമുക്ക് കെ മാപ്പ് വരയ്ക്കുന്നത് നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാം. എങ്ങനെ? A ഒരു ഭാഗത്ത്, BC വേറൊരു ഭാഗത്ത്. ആ രീതിയിൽ നമുക്കിങ്ങനെ വരയ്ക്കാം. ഓക്കെ, നേരെ തലയിടിച്ച് വരച്ചാലും കുഴപ്പമില്ല. AB ഒരു ഭാഗത്ത്, C ഒരു ഭാഗത്തായിട്ട് കുത്തനെയും വരയ്ക്കാം. അതെങ്ങനെ കുഴപ്പമില്ല, നമ്മളിങ്ങനെ വരയ്ക്കുന്നതാണ് എൻ്റെ ശീലം. അതുകൊണ്ട് ഞാനിങ്ങനെ വരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. 8 സെല്ലുകളുണ്ടാവും അതിൽ. A എന്നുള്ളതിന് 2 കോമ്പിനേഷനാണുള്ളത്. ഒന്ന് A ബാർ, മറ്റൊന്ന് A 0, 1. BC എന്നുള്ളതിന് എത്ര കോമ്പിനേഷൻ ഉണ്ട്? BC എന്നുള്ളതിന് 4 കോമ്പിനേഷൻ ഉണ്ട്. എന്തൊക്കെയാണത്? B ബാർ, C ബാർ, പിന്നെയോ B ബാർ C, പിന്നെ BC BC ബാർ. 0, 0, 0, 1, 1, 1, 1, 0. ഈ ഓർഡർ തന്നെ എഴുതണത്. ആദ്യം 0, 0 എഴുതുക, പിന്നെ ഈ 0 ഇവിടെ വെക്കുക, രണ്ടാമത്തെ 1 മാറ്റുക. ഇവിടെയാണ് നമുക്ക് 0, 1, 2, 3 എന്ന് പോലെ തന്നെ. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. 0, 1, 2, 3 ഇങ്ങനെയാണ് ഒരു സ്വാപ്പിംഗ് ഉണ്ട് ഇവിടെ, അല്ലേ? 0, 0, 0, 1 അതുകൊണ്ട് സാധാരണ 1, 0 എഴുതുക. അങ്ങനെയല്ല, ഇത് 1, 0 ഇവിടെ എഴുതിയിട്ട് 1, 1 ആണ് ഇവിടെ എഴുതുക. ഒരു സ്വാപ്പ് ചെയ്യും. ഇപ്പോൾ കെ മാപ്പിൽ മൊത്തം എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്വാപ്പിംഗ് കാണാൻ പറ്റും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു 1 ഡിജിറ്റ് ചേഞ്ചിന് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രേ കോഡ് പോലെയാണ്. ഒരു അടുത്തടുത്തുള്ള സെല്ലുകൾ തമ്മിൽ ഒരു ബിറ്റിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. എന്തെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സെല്ലുകളുള്ളത്. ഓക്കെ, ഇതിപ്പോൾ സാധാരണ ഒരു 3 വേരിയബിൾ കെ മാപ്പാണ്. 3 വേരിയബിൾ. എന്താ കാരണം 3 വേരിയബിൾ എന്ന് പറയാൻ കാരണം 3 ABC 3 വേരിയബിളാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് 1ഉം 0 എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഇതാണ്, 0, 1, 2, 3 അല്ല 0, 2, 5, 6, 7. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇത് എൻ്റർ ചെയ്യണം. അതിന് മുന്നേ നമ്മൾ സൈഡിൽ ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പ്രയോഗിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഇവിടെ ഒരു കോർണറിൽ 0 എന്ന് എഴുതി, ഇവിടെ 1 എഴുതി, ഇവിടെ 2 എഴുതി, ഇവിടെ 3 എഴുതി, 4, 5, 6, 7. കണ്ടോ, നമ്മൾ ആ സ്വാപ്പിംഗ് കണ്ടു. മൂന്നാമത് എത്തുമ്പോൾ ആ 4ാമത് കൊണ്ടുവച്ച്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? 1ഉം 0 ഞാൻ എൻ്റർ ചെയ്യണേ. ഈ എവിടെയൊക്കെ നമ്പർ ഉണ്ടോ അവിടെയൊക്കെ 1 ഇടും. 0 ഉണ്ടല്ലോ ഇവിടെ, ഇപ്പോൾ 0ൽ 1 ഇട്ട്. 2 ഉണ്ടോ, 2ൽ 1 ഇട്ട്. അടുത്ത് 5, 5ൽ 1 ഇട്ട്. പിന്നെ ഇവിടെയുള്ള 6, 6ൽ 1 ഇട്ട്. 7, 7ൽ 1 ഇട്ട്. ബാക്കിയെല്ലാം 0. അപ്പോൾ ഒന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5 5 നമ്പറാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 നമ്പറിൽ 5 കള്ളിയിൽ 1 ഉണ്ടാവണം. ഓക്കെ, ഇനി ഞങ്ങൾ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ഈ നമ്പർ എൻ്റർ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്പർ എൻ്റർ ചെയ്യുന്നതൊക്കെ വളരെ എളുപ്പമാണ്. ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം. അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ പെർഫെക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്, ഈ ഗ്രൂപ്പിലുള്ള 1കളുടെ എണ്ണം ഒന്നുകിൽ 1 ആകാം, അല്ലെങ്കിൽ 2 ആകാം, അല്ലെങ്കിൽ 4 ആകാം, അല്ലെങ്കിൽ 8, അല്ലെങ്കിൽ 16. ഇങ്ങനെ 2ൻ്റെ പവേഴ്സിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ തൊട്ടടുത്തുള്ള 1കളെ ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനൊരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഈ 1 എടുത്തു. ഞാൻ 1 എടുത്തിട്ട് ഞാൻ നോക്കുകയാണ്. എന്ത്? ഈ 1ന് അടുത്ത് 1 ഉണ്ടോ? ഇവിടെ 1 ഇല്ല.
അഡ്ജസ്റ്റൻറ്റ് ഹൊറിസോണ്ടലായിട്ട് ഇവിടെ വണ്ണില്ല, വെർട്ടിക്കൽ ഇവിടെയും വണ്ണില്ല. ഈ വണ്ണ് കൂട്ടില്ല കാരണം ഡയഗണലാണ്, അത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വണ്ണ് ഒറ്റയുള്ളത്, പക്ഷെ ഒറ്റയല്ല, ശരിക്കും ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റാണ് ഇവിടെയും വരുന്നത്. ഈ രണ്ട് ഇതാ നമ്മൾ മാപ്പൊക്കെ ആണെന്നില്ലേ, എന്താ പറയുക, എർത്തിൻ്റെ മാപ്പൊക്കെ വേൾഡ് മാപ്പൊക്കെ വരച്ച് കഴിഞ്ഞില്ലെങ്കിൽ വട്ടമുള്ള സാധനം നിവർത്തില്ലേ, അതുപോലെയാണ് ഇതുള്ളത്. ഇതും ശരിക്ക് അടുത്തടുത്തുള്ളത്. 0 0 1 0 ഒറ്റ ബിറ്റ് ചേഞ്ച് ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് രണ്ട് അടുത്തടുത്തെന്ന് പറയുന്നത്. അപ്പോൾ ഇതും രണ്ടും അടുത്തടുത്തുള്ളത് കൊണ്ട് ഇതും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഈ വണ്ണും അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് വരക്കുന്നത്. ഇങ്ങനെ പകുതി വരച്ചിട്ട് ഇതിൻ്റെ ബാക്കി പകുതി ഇവിടെ വരക്കുന്ന പോലെ, മനസ്സിലായില്ലേ? ഈ പകുതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്തു. അടുത്തത് ഒരു 3 വണ്ണ് ബാക്കിയുണ്ട് ഇവിടെ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 വണ്ണും കൂടി ഗ്രൂപ്പ് ചെയ്തു. ഈ 3 വണ്ണും കൂടി ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളിത് പ്രകാരം 1 2 4 8 3 വണ്ണ് പറ്റില്ല. ഇനി ഒരു വണ്ണ് ബാക്കിയുണ്ട്. ആ വണ്ണ് വേണമെങ്കിൽ എനിക്ക് ഒറ്റ ഗ്രൂപ്പ് ചെയ്യാം, പക്ഷെ ഒറ്റ ഗ്രൂപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ലോയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പറ്റാവുന്നത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഇത് രണ്ടും കൂടി എനിക്കൊരു ഗ്രൂപ്പ് ചെയ്യാം. ഈ വണ്ണ് ഓൾറെഡി ഒരു ഗ്രൂപ്പ് പെട്ടതാണ്, കുഴപ്പമില്ല, ഓവർലാപ്പിംഗ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ഗ്രൂപ്പിൽ പെടാത്ത ഒരു വണ്ണിന് വേണ്ടിയിട്ട് ഓവർലാപ്പിംഗ് ഉണ്ടാക്കാം. എല്ലാ വണ്ണുകളെയും ഗ്രൂപ്പിൽ പെടുത്തുകയും വേണം. ഞാൻ പറയുന്ന ഓരോ സെൻറ്റൻസ് ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ തൽക്കാലം ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഈ വണ്ണും പഠിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എത്ര ഗ്രൂപ്പുണ്ട്? 1 2 3. എല്ലാ വണ്ണുകളും പെട്ടല്ലോ, കഴിഞ്ഞു, ഗ്രൂപ്പിംഗ് കഴിഞ്ഞു. അടുത്ത പരിപാടി ഈ ഗ്രൂപ്പിന് പേര് കൊടുക്കുക എന്നുള്ളതാണ്. നോക്കാം, ഈ ഫസ്റ്റ് ഈ 2 വണ്ണ് എന്നതിന് പേര് കൊടുക്കാം. ഒരു വര പിടിച്ച് ഒരു മാർക്ക് ഇടുക, പേര് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 2 വണ്ണല്ലേ ഉള്ളത്, അപ്പോൾ ഈ ഒരു സെല്ലും ഈ ഒരു സെല്ലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് കോമൺ ആയിട്ടുള്ള വേരിയബിൾസാണ് പേരാക്കുന്നത്. അപ്പോൾ ഇതിന് കോമൺ ആയിട്ടുള്ള വേരിയബിൾസ് ഇവിടെ എന്താ ഉള്ളത്? എ ആണ് ഉള്ളത് അല്ലേ? എയിലുള്ളത് എ ഉണ്ട്. അടുത്തത് ഇവിടെ എന്താ ഉള്ളത്? റോ നോക്കി കോളം നോക്കുക, 0 1 1 1 അല്ലെങ്കിൽ ബി ബാർ സി ബി സി അല്ലേ? 0 1 1 1 എന്ന് പറയുമ്പോൾ ഈ വണ്ണും ഈ വണ്ണാണ് കോമൺ ഉള്ളത് അല്ലേ? അതായത് സിയും കോമണാ. അപ്പോൾ സി, അപ്പോൾ ഇവിടുന്ന് കോമൺ എ, ഇവിടുന്ന് കോമൺ സി, അപ്പോൾ ഇതിൻ്റെ പേരാണ് എ സി. ഓക്കെ, അടുത്ത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേര് നോക്കാം നമുക്ക്. ശ്രദ്ധിക്കാം, ഈ റോയിലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് വരും. അപ്പോൾ എ അല്ലേ, 1 അല്ലേ വരുന്നത്. ഇത് രണ്ടും നോക്കുക, 1 1 1 0 അതാ കോമൺ ആയിട്ടുള്ളത്, 1 ആണ് കോമൺ ആയിട്ടുള്ളത് അല്ലേ ഫസ്റ്റ്. അതായത് ബി സി ബാർ, ബി അല്ലേ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ബി, അപ്പോൾ എ ബി. അടുത്ത് ഇത് രണ്ടും നോക്കുക, ഇത് രണ്ടുമാണേ, ശ്രദ്ധിക്കുക, പേരിടാണ്. എ ബാർ അല്ലേ, എ ബാറിൻ്റെ ലൈനിലുള്ളത്, അപ്പോൾ എ ബാർ തീർച്ചയായിട്ടും വരും. അടുത്തത് 1 0 0 0 അതായത് ബി സി ബാർ ബി സി, അതായത് കോമൺ ആയിട്ടുള്ളത് ബി. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ അല്ല സോറി ബി സി ബാർ ആണ് അല്ലേ, ബി ബാർ സി ബാറാണ്. അപ്പം എന്താ സി ബാറാണ് വരുന്നത്, സോറി. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞത് പറ്റി കൺഫ്യൂഷൻ ഉണ്ടോ? 1 1 0 0 അല്ലേ കോമൺ ആയിട്ടുള്ളത്, സി ബാർ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഗ്രൂപ്പിംഗ് കഴിഞ്ഞ് ഗ്രൂപ്പിന് പേരും കൊടുത്തു. ഇനി ഫൈനലായിട്ട് ഇതെല്ലാം ആഡ് ചെയ്യണം. y is equal to AC പ്ലസ് AB പ്ലസ് A ബാർ C ബാർ, കഴിഞ്ഞു. ഇതാണ് ഗെറ്റ് യൂസ്ഡ് ഏറ്റവും ചെറിയ എക്സ്പ്രഷൻ. ഈ ഒരു എന്താ പറയുക ഫംഗ്ഷനിലുള്ള ഏറ്റവും ചെറിയ എക്സ്പ്രഷൻ. നമ്മൾ ട്രൂത്ത് ടേബിൾ വരക്കാതെയാണ് ഉണ്ടാക്കിയത്, ഡയറക്റ്റ് കയറിയാണ്. ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ ആണെങ്കിൽ ഒരു സർക്യൂട്ട് കൂടി വരക്കണം അല്ലേ? അപ്പോൾ ഡിസൈൻ ലെവൽ വരുമ്പോൾ നമുക്ക് വരക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. സർക്യൂട്ട് എക്സ്പ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയാണ് ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ഫോർ കെ മാപ്പിംഗ് വിത്ത് 3 വേരിയബിൾസ്. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മൈ വാട്സപ്പ് നമ്പർ ഈസ് 9447 686 003, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ കമൻ്റായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. താങ്ക് യു. സൈൻ ഓഫ് ഫ്രം വിനോദ് ട്യൂട്ടോറിയൽ.